മരുഭൂമിയിലെ ഒറിജിനൽ മൺകുടിലിലെ താമസം, ഒപ്പം ഒട്ടകപ്പുറത്ത് കുലുങ്ങിയുള്ള സവാരി. അത് കഴിയുമ്പോൾ നമുക്കും കൂടെ ഇന്ന് കളിക്കാൻ കഴിയുന്ന രാജസ്ഥാനിലെ പക്കാ നാടോടി നൃത്തവും വെറൈറ്റി രുചിയുള്ള നല്ല നാടൻ ഭക്ഷണവും. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ബിക്കാനീറിലുള്ള റെയ്സാറിലെ വിശേഷങ്ങളാണ് ഈ യാത്രയിലുള്ളത്. റെയ്സാറിലേക്ക് പോവുകയാണ്. അവിടെ നമ്മളൊരു കുടിലാണ് താമസിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ പേപ്പറും നമ്മളെ ID കാർഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഹട്ടിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ. ഇവിടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഹട്ടുകൾ. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഹട്ടിൽ താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹട്ടിൻ്റെ വാതിൽ. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആലു ചില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. നമ്മൾ ഗോതമ്പ് ദോശ പോലെ ഉണ്ട്. അങ്ങനെ റൂമൊക്കെ കിട്ടി. റൂമിൻ്റെ ഉള്ളിൽ അടിപൊളി സെറ്റപ്പൊക്കെ ആട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ പോരാഞ്ഞിട്ട് സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഈ തണുപ്പത്ത് യൂസ് ചെയ്യാനുള്ള ക്രീം അതുവരെ തന്നിട്ടുണ്ട്. ഹട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹട്ടിൽ ആദ്യമായിട്ട് നിൽക്കുക. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ നാട്ടിലും ഇതുപോലെ കുടിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ രാജസ്ഥാനിലെ ആളുകൾ ഇങ്ങനത്തെ കുടിലുകളിൽ താമസിക്കുന്നുണ്ട്. കാരണം അവരുടെ ഈ ചൂട് കാലത്ത് നിൽക്കാൻ പറ്റിയൊരു സംഭവം ഇങ്ങനത്തെ കുടിലുകളാണ്. ഇതിൻ്റെ മുകളിൽ ഈ വൈക്കോലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരു കുടിലിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു ആദ്യമായിട്ടിരിക്കുന്നതിനെ കൊണ്ടായിരിക്കും നല്ലൊരു രസമുണ്ട്. നമ്മളങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കിച്ചടിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ കിച്ചടിയല്ല, ഇത് റൈസാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. പരിപ്പ് കറിയിലിട്ട് വേവിച്ചതാണ്. അങ്ങനെ എന്തുവാണ് ഇതിൽ നല്ല വെജിറ്റബിൾസും ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാ തോന്നണു. സംഭവം ഒരു കഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. ക്യാമൽ റൈഡിന് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് സൺറൈസും കണ്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. തണുപ്പ് ഇവിടെ കൂടുതലാണ്. അപ്പം നമ്മൾ ഓരോ ലെയറായിട്ട് ഇടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ അടിയിൽ നമ്മളെ ബേസ് ലെയർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നോർമലി ഇടുന്ന ഡ്രസ്സും പിന്നെ ദേ ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഈ തണുപ്പിനുള്ളത് ഫ്ലീസ്. അത് കഴിഞ്ഞിട്ട് ഇനി ഇതും കൂടി ഇടാൻ പോവുകയാണ്. കാരണം തണുപ്പ് കൂടി വരികയാണ്. അവിടേക്ക് നല്ല തണുപ്പാണ്. കയ്യിലിടാനുള്ള ഗ്ലൗവും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒട്ടകത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഒട്ടകപ്പുറത്ത് കയറാൻ പോവാം. നമ്മളിപ്പോൾ ഒട്ടകപ്പുറത്താണ് പൊക്കോണ്ടിരിക്കുന്നത്. മുറുക്കെ പിടിച്ചില്ലെങ്കിൽ താഴെ വീഴും. നമ്മൾ കുറച്ചധികം ദൂരം പോവാനുണ്ട് തോന്നുന്നു കേട്ടോ. കയറിയാൽ നമ്മൾ ബലം പിടിക്കണം. നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന സമയത്തുണ്ടല്ലോ അതൊരു വല്ലാത്ത ഇതല്ലേ, നമ്മൾ മുറുക്ക പിടിച്ചിരിക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. ഇതാണ് പിടിക്കാനുള്ള സ്ഥലം. ആക്ച്വലി ഇത് നമുക്ക് ലാഭമാണ് കേട്ടോ. കാരണം നമുക്ക് അവിടുന്ന് സൺറൈസ് കാണാം, പിന്നെ അവിടുന്ന് ഫുഡും കഴിക്കാം. ഫുഡ് സെപ്പറേറ്റ് ആണ്, പക്ഷെ അതിന് അത്ര വലിയ രൂപയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ അവിടെ നമുക്ക് ഡാൻസ് പ്രോഗ്രാംസും കാണാം. സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ ബൈക്ക് അവിടെ നിന്ന് ജാമായപ്പോൾ ഒട്ടകപ്പുറത്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒട്ടകം നമ്മളെ ഒന്ന് നോന്താൻ നോക്കിട്ടോ. നെല്ലിപ്പോ ഒട്ടകമേ കൊണ്ടുപോകണത് ജുനൈദാണ്. നമ്മൾ കൊണ്ടുപോകണത് ഒട്ടകത്തിൻ്റെ റൈഡർ ജുനൈദാണ്. ഇതിൻ്റെ മൂക്കിൽ മൂക്കുത്തി കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ നടന്നല്ല ഒട്ടകം നടന്ന് നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കുലുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺസെറ്റ് പോയിന്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ താഴേക്ക് ചെല്ലണോ? ഇവിടെ ഒരു ഇറക്കമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മളെ ഇറക്കിയിട്ട് പുള്ളി ഒട്ടകത്തിനെ കൊണ്ട് പോയതാണോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കുമല്ലോ. നമ്മളെ വിളിക്കുമോ? ഒട്ടകത്തിനെ കെട്ടിയിടാൻ കൊണ്ടുപോകാൻ തോന്നുന്നു അല്ലേ. നമ്മൾ ഇപ്പോൾ സൺസെറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൺസെറ്റ് കാണാം. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്ത് നിന്നാലും സൺസെറ്റ് കാണാൻ പറ്റും. ഒട്ടകത്തിനെ കൊണ്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട്. നീ നമ്മൾ അങ്ങോട്ട് ചെല്ലണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലായിടത്തും സ്റ്റേ ഉണ്ട്. സ്റ്റേ മാത്രമല്ല കേട്ടോ, അവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കൊണ്ട് കുഞ്ഞു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ മണലുണ്ടല്ലോ, ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ ജയ്സാൽമീറിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും
കാറ്റിൽ ആ മണൽ ആ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ആ ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ മണലിങ്ങനെ കാറ്റിൽ കാറ്റ് കാരണം ഇങ്ങനെ ലെയറായിട്ട് കിടക്കണം. നല്ല രസമുണ്ട് കാണാൻ. സൺസെറ്റ് കാണാൻ വന്നതായിരുന്നു. സൺസെറ്റ് മാത്രമല്ല വേറെയും കാണാനുണ്ട്. പക്ഷേ സൺസെറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവറിൻ്റെയും ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും കമ്പിവേലി അതൊക്കെ പോണ കാരണം കാണാൻ ഭംഗിയില്ല. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയി ഇതിലും വരുന്ന നമുക്ക് ഒട്ടകപ്പുറത്തിരുന്നത് ഇങ്ങനെ പോകുന്നതായിരുന്നു രസം തോന്നി. അപ്പോൾ നമ്മൾ ഒട്ടകപ്പുറത്ത് വീണ്ടും കയറിയിട്ട് ഡാൻസൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അവിടെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് കാണാൻ പോവാണ്. അപ്പം നമ്മൾ ഡെസേർട്ട് വാക്കാണ്, മരുഭൂമിയിലെ നടത്തം. നല്ല രസമുണ്ട് ഡെസേർട്ട് വാക്ക്. ഇങ്ങനെ ആ മുകളിലുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ ഒട്ടകത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താനായിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കയറുന്നതാണ് ഒരു പണി. ഇതുണ്ട് ഒരു വെള്ളപ്പൂവ് ഗൈസ്. നമ്മളങ്ങനെ ആ വലിയ മലയുടെ മുകളിൽ നിന്ന്, മലയല്ല സോറി, വലിയ ഡെസേർട്ടിൻ്റെ മരുഭൂമിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പോവാണ്. നമ്മളിപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് സൺസെറ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം പോയാണ്. ഇതാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം, അതിൻ്റെ കൂടെ സൺസെറ്റും കാണാം. ഇവിടെ വെള്ളമൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. മടുത്ത് ഇതിൻ്റെ പുറത്തിരുന്ന് കുലുങ്ങി നടുവെനിക്കാൻ തുടങ്ങി. കുറേ നേരം ഇതിൻ്റെ പുറത്തിരിക്കാനൊന്നും പറ്റില്ല. നമ്മളെന്തായാലും നമ്മളുടെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ഒട്ടകത്തെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടോ. പാട്ടും മേളമൊക്കെ ഉള്ളിടത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഇന്നത്തെ പാട്ടും പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ ഇവിടെ നിന്നാണ്. അവനിനി അതിൻ്റെ പുറത്ത് കയറി പോവാ. അവനത് ഓടിപ്പോണു ഗൈസ്. അയ്യോ, താമസിക്കുന്ന സ്ഥലത്തെ ഓണറാണ് നമുക്ക് ക്യാമൽ റൈഡ് സെറ്റാക്കിയതും ഉമേദ് സഫാരി എന്ന് പറഞ്ഞ ഈ ഒരു കൾച്ചറൽ ഇവന്റ്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചതും. ഇവിടെ അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം മരുഭൂമിയുടെ ഒറ്റ നടുക്കം. അങ്ങനത്തെ മരുഭൂമി അല്ല ഇത്, നമ്മളെ കുറച്ചുകൂടി പച്ചപ്പുള്ളൊരു മരുഭൂമിയാണ്. ഭയങ്കരമായിട്ട് ഉള്ളോട്ട് പോയിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ പറയുക, ഹട്ടുകളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ കൂടാരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ല കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ഉണ്ട്. പല റേറ്റിനാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഏരിയയാണ് സംഭവം. പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കുള്ള ഫംഗ്ഷൻ തുടങ്ങും. നമുക്കിവിടെ ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ നടക്കാം. ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പൂളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഹട്ടുകളിൽ താമസിക്കണ കേട്ടോ നല്ലത്. കാരണം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ ആ ഹട്ടിൽ തന്നെ താമസിക്കണം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്സാൽമീർ പോലെ അല്ല ഇവിടെ. ജയ്സാൽമീറിലാണെങ്കിൽ ഒരുപാട് അടുപ്പിച്ച് ഒരുപാട് ടെൻറ്റുകളൊക്കെയാണുള്ളത്. അവിടെ പക്ഷെ നമുക്ക് ഈ ഹട്ടുകളൊന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല അവിടെ ഇങ്ങനെ വൻ മരുഭൂമിയാണ്. ഫുൾ മണലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഒരു മരം പോലും ഇല്ലാത്ത ഏരിയയാണ്. പക്ഷെ ഇതാണെങ്കിൽ മരങ്ങളുണ്ട്, സ്റ്റേകൾ ഭയങ്കര ദൂരെയാണ്. മാത്രമല്ല ഈ ഹട്ടുകളിൽ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഹട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു റെയ്സാർ തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മളിതാ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. പ്രോഗ്രാം ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം വന്നിട്ടുണ്ട്. ഭക്ഷണം ബുഫയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല. നമ്മൾ ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തത് 2-3 കറി ഉണ്ട്. ഒന്ന് ദാല്, പിന്നെ പനീറിൻ്റെ കറി, പിന്നെ വേറെന്തോ ഒരു കറി, പിന്നെ അതിൻ്റെ കൂടെ റൈസ്, വെജിറ്റബിൾസ്, 2 അച്ചാറ്, 2-3 അച്ചാറ്, ഒരു ചട്നി പോലെ ഒരു സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാജ്രക്ക റൊട്ടി, അതായത് ബാജ്രയും കൊണ്ട് ഉണ്ടാക്കിയുള്ള റൊട്ടി, പിന്നെ അതുപോലെ തന്നെ ബാജ്ര ചുറുമയുണ്ട്. നമ്മളങ്ങനെ അവിടുന്ന് തിരിച്ചു പോന്നു. അവിടുന്ന് രാത്രിയിലൊരു
ഒരു ജീപ്പല്ല, ഒരു മറ്റേ ജീപ്പ് സഫാരിക്കുള്ള വണ്ടിയാണ്. അതിലാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോയത്. എന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ വണ്ടി വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തു. ഇവരങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ വന്നപ്പോൾ നമ്മൾ ചോദിച്ചതുകൊണ്ട് തന്നതായിരിക്കും. എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. അങ്ങ് മരുഭൂമിയിൽ പോയി നല്ല കട്ട തണുപ്പത്ത് നിൽക്കുകയും വേണ്ട. എന്നാൽ അവിടുത്തെ കാര്യങ്ങൾ കാണാനും പറ്റി. റൈസാറിൽ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്തൊരു, അതായത് ഇതുവരെ കേൾക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാജസ്ഥാനിൽ നിൽക്കുമ്പോൾ നമ്മൾ ബിക്കാനീർ അല്ലെങ്കിൽ ജയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമീർ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ റൈസാർ എന്ന് പറയുന്നത് ഒരു ഉള്ളിലേക്കുള്ള ഒരു ഏരിയയാണ്. ശരിക്കും ടൂറിസം ഇവിടേക്ക് എത്തിയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അപ്പോൾ വരാൻ പറ്റിയ ഏരിയയാണ്. അത്രയ്ക്ക് വലിയ എമൗണ്ടോ പൈസകളോ ഒന്നുമില്ല. എന്നാൽ പക്ഷേ മറ്റുള്ള സ്ഥലത്തെ പോലെ തിരക്കുമില്ല. നമുക്ക് സമാധാനമായിട്ട് നിന്ന് കുറച്ച് ശാന്തമായിട്ടൊക്കെ നിന്ന് പോരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ.